5 വർഷങ്ങൾക്ക് മുൻപ് അന്ന് UDF-ഉം കോൺഗ്രസും തകർന്നറിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച. ആ ദിവസം അന്ന് ഈ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചതാണ് പ്രതിപക്ഷ നേതാവായി VD സതീശൻ ചുമതലയേൽക്കും, ഇനി UDF-നെ VD സതീശൻ നയിക്കുമെന്നുള്ളത്. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് ചരിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം താൻ പറഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പ് അതിനുശേഷം VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ താൻ പറഞ്ഞ കണക്കിൽ നിന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. അക്ഷരാർത്ഥത്തിൽ തകർന്നടിഞ്ഞു പോയ പക്ഷേ ഒരു കോൺഫിഡൻസും ഇല്ലാതിരുന്ന കോൺഗ്രസിനെയും ഒപ്പം തന്നെ ഘടകകക്ഷികളെയും വിട്ടുപോയേക്കാമായിരുന്ന ഘടകകക്ഷികളെയും ചേർത്ത് നിർത്തി ഉറപ്പ് കൊടുത്ത് കൂട്ടുനിന്നത് VD സതീശനാണ്. അദ്ദേഹമാണ് നയിച്ചത് ഈ കഴിഞ്ഞ 5 വർഷം. ആ നയിച്ചതിന്റെ കൃത്യമായ മറുപടി അല്ലെങ്കിൽ അതിന്റെ ഫലം കണ്ടത് ഇപ്പോഴല്ല, ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു തുടങ്ങി. അത് ഈ പറഞ്ഞതുപോലെ തൃക്കാക്കരയാകട്ടെ, പുതുപ്പള്ളിയാകട്ടെ, നിലമ്പൂരാകട്ടെ, പാലക്കാടാകട്ടെ, അങ്ങനെ എല്ലായിടത്തും അത് ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞ കണക്ക് അച്ചട്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഏറ്റവും എടുത്തു പറയേണ്ട ഉദാഹരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 12 മന്ത്രിമാർ തോൽക്കുമെന്നാണ്. അതിൽ 1 അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം. കൃത്യമായി പറഞ്ഞാൽ 13 മന്ത്രിമാർ തോറ്റു. 100-ലധികം സീറ്റുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. 102 സീറ്റ് നേടിയാണ് UDF അധികാരത്തിലെത്തിയത്. അവിടെ അതിനുശേഷമാണ് പിന്നീട് ഈ മുഖ്യമന്ത്രി തർക്കത്തിലേക്കൊക്കെ പോയത്. എന്തായാലും ആ തർക്കമൊക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയായി VD സതീശൻ എത്തിയിരിക്കുന്നു. VD സതീശൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപക്ഷെ കോൺഗ്രസിൽ തന്നെ തിരുത്തൽ ശക്തിയായിരുന്നു VD സതീശൻ. ഇപ്പോഴല്ല, വളരെ പണ്ട് പല കോൺഗ്രസിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷമാണ് പിന്നീട് ഒരുപക്ഷെ കഴിഞ്ഞ ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയാകേണ്ട ആളായിരുന്നു VD സതീശൻ. അന്ന് അദ്ദേഹത്തിന് ആ ഒരു അവസരം ലഭിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം തളർന്നില്ല. കൃത്യമായി കോൺഗ്രസിനൊപ്പം നിന്ന് പോരാടിയ ഒരാളായിരുന്നു VD സതീശൻ. അതിനുശേഷമാണ് പിന്നീട് ഈ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായി ഹൈക്കമാൻഡ് VD സതീശനെ ചുമതലപ്പെടുത്തിയത്. എന്തായാലും അത്തരം ചുമതലപ്പെടുത്തലൊക്കെ കൃത്യമായിരുന്നു, ശരിയായിരുന്നു എന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇത്തവണ നേടിയ വിജയം. അത് വെറുതെ അങ്ങ് സർക്കാർ വിരുദ്ധത എന്നൊന്നും ഭരണവിരുദ്ധ വികാരം എന്നൊന്നും പറഞ്ഞ് എഴുതി തള്ളാനാകില്ല. മിന്നും വിജയം, ചരിത്ര വിജയം നേടിയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഘടകകക്ഷികൾക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം നൽകിയ നേതാവാണ് VD സതീശൻ. UDF-ൽ നിന്ന് അകന്നുപോയ സമുദായ സംഘടനകളെയൊക്കെ ചേർത്ത് പിടിക്കാൻ VD സതീശൻ പല ഘട്ടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ ഘടകങ്ങളെയും ചേർത്ത് പിടിച്ചു പോവുക എന്നുള്ളതായിരുന്നു VD സതീശന്റെ ലക്ഷ്യം. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായി നടത്തിക്കൊണ്ടേയിരുന്നതും VD സതീശൻ തന്നെയായിരുന്നു. എഴുത്തുകാരും സാമൂഹിക പ്രവർത്തകരും വിവിധ മേഖലകളിലെ വിദഗ്ധരും ഉൾപ്പെടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോടുകൂടി മാത്രമേ നമുക്കൊരു മിന്നും വിജയത്തിൽ പോകാനാകൂ എന്ന് തുടക്കം മുതൽ പറഞ്ഞ നേതാവാണ് VD സതീശൻ. അതിന് കൃത്യമായി അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ അതിന്റെ ഫലം കാണുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുകൂടി പറഞ്ഞു വയ്ക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ വലിയ വിജയം. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒറ്റ പേരേ ഉള്ളൂ, അത് VD സതീശൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കൃത്യമായി ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇലക്ഷൻ വർക്കുകൾക്ക് നേതൃത്വം കൊടുത്തത് VD സതീശൻ തന്നെയായിരുന്നു. എല്ലായ്പ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, തോൽക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പോലും തോൽക്കുകയാണെങ്കിൽ അത് തന്റെ മാത്രം കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ താൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന് കൃത്യമായി പറയാനുള്ള ആർജവം കാണിച്ച നേതാവാണ് VD സതീശൻ. അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പറയാനുള്ള ഒരു കൃത്യമായി ഇപ്പോൾ തോറ്റുകഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന്, ജയിച്ചു കഴിഞ്ഞാൽ എന്ത്, അതിനുള്ള മറുപടി AICC നൽകിയിരിക്കുന്നു. നാടിനെ നയിക്കാൻ പടനായകനായി മുന്നിൽ തന്നെ ഉണ്ടാകണം. നിലവിൽ VD സതീശനെ സംബന്ധിച്ച് മറ്റ് ചോദ്യങ്ങളൊന്നും തന്നെ മുന്നിലില്ല. ഇനി കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ മാത്രം ഗൃഹപാഠം നടത്തിയാൽ മതി. 2021 ഐശ്വര്യ പറഞ്ഞതുപോലെ തന്നെ അന്ന് VD സതീശന് മുന്നിൽ ഉണ്ടായിരുന്ന ഏറെ കടമകൾ ഉണ്ടായിരുന്നു. അതായത് ഗ്രൂപ്പ് പോരും പലവിധ വിഷയങ്ങളും അനൈക്യത്തിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന കോൺഗ്രസ് എന്ന UDF എന്ന ആ ഒരു കക്ഷിയെ മുന്നോട്ട് കൊണ്ടുപോകുക, നയിക്കുക, ഒറ്റക്കെട്ടായി നിലനിർത്തുക എന്നുള്ള വലിയ ഒരു ദൗത്യം തന്നെയായിരുന്നു VD സതീശന് മുന്നിലേക്ക് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ടായിരുന്നത്. വളരെ ഭംഗിയായി അത് പൂർത്തീകരിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോട്
കൂടി തന്നെയായിരുന്നു 2026 തിരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെച്ചത്. ഏകദേശം ഒരു 25 വർഷക്കാലത്തെ നിയമസഭാ സാമാജികൻ എന്ന രീതിയിലും അതുപോലെ പൊതുപ്രവർത്തന രംഗത്തെ ചെറുപ്പകാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവും ഒക്കെ ഒരു നേതൃപാഠവും ഒക്കെ തന്നെ ഈ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പ്രതിഫലിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും ജനങ്ങളെ സംബന്ധിച്ചും ഈ ന്യൂ ജനറേഷനെ സംബന്ധിച്ചും അവർക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ളൊരു പ്രതീതി വി ഡി സതീശൻ പലപ്പോഴും ഉണർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലടക്കം അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലടക്കം ഒരിക്കലും ഒരു കവല പ്രാസംഗികനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് അമിതമായി വാഗ്ദാനങ്ങൾ നൽകുന്നു, പാലിക്കപ്പെടാത്ത പലവിധ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, അത്തരത്തിലായിരുന്നില്ല വി ഡി സതീശൻ. അദ്ദേഹം പറയുന്ന വാക്കിനും പ്രവർത്തിക്കും ഒരു കൂർമ്മതയുണ്ടായിരുന്നു. വളരെ ഷാർപ്പായി തന്നെ കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്ന ഒരു നേതാവാണ്. ഡേറ്റ വിശകലനത്തിന്റെ ഒരു നേതാവെന്ന് പലപ്പോഴും അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ 100 സീറ്റ് ഇത്തവണ വിജയിക്കുമെന്ന് പറഞ്ഞു, 12ഓളം മന്ത്രിമാർ തോൽക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന നേതാക്കൾ പോലും ഒരുപക്ഷെ പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം, ചിരിച്ചിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ സംഭവിക്കുമോ? നമ്മൾ പറയുന്നതിനൊക്കെ ഒരു മയം വേണ്ട, ഇത്രയധികം തള്ളേണ്ടതുണ്ടോ? തള്ളാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ശരിയല്ല. കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് തന്നെയാണ്, കൃത്യമായി പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, താഴെത്തട്ടിലുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് വിശകലനം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു വി ഡി സതീശൻ അന്ന് അത്തരം പ്രസ്താവനകളൊക്കെ തന്നെ നടത്തിയത്. വി ഡി സതീശൻ പറയുന്ന വാക്ക് അത് വെറും വാക്കല്ല, താൻ പ്രവർത്തിച്ചേ പറയൂ എന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയായിരുന്നു നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മളേവരും കണ്ടതാണ്. അങ്ങനെ പറവൂരിന്റെ ജനനായകൻ അദ്ദേഹം പറയുകയുണ്ടായി, തന്റെ മണ്ഡലത്തിൽ പോലും കൃത്യമായ ഒരു പ്രചരണം നടത്താനുള്ള സമയം കിട്ടിയില്ല. പകരം 140 മണ്ഡലങ്ങളിലുടനീളമായി അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വന്നു. ഏകദേശം 1 മാസം നീണ്ടു നിന്ന ആ യാത്ര, അതൊക്കെ തന്നെയാണ് ഈ ഒരു വിജയം സമ്മാനിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ശങ്ക ഒന്നും തന്നെ വേണ്ട. ഈ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ജനങ്ങൾ കോൺഗ്രസിനെ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം കൂടി ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടത്. വി ഡി സതീശനോടുള്ള പിന്തുണ, തങ്ങൾ വിജയിപ്പിച്ചു വിട്ടുകഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി VDS എത്തുമെന്നുള്ള ആ ഒരു വിശ്വാസം അത് തന്നെയായിരുന്നു വി ഡി സതീശനിൽ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൽ കൈപ്പത്തിയിൽ കുത്താനായി ജനങ്ങളെ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഇനി കോൺഗ്രസിന്റെ ഒരു തലമുറ മാറ്റം അത് ഇവിടെ മുതൽ ആരംഭിക്കുന്നു. അതായത് 5 വർഷം മുന്നേ തുടങ്ങിയിരിക്കുന്നു. 2021 മുതൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഭരണപക്ഷത്തും അങ്ങനെ ഒരു തലമുറ മാറ്റത്തിലേക്ക് കടന്നിരിക്കുന്നു. അത്തരത്തിൽ വലിയൊരു മാറ്റത്തിലേക്ക് തന്നെയാണ്, ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വസതിയിൽ നിലവിൽ പ്രവർത്തകർക്കൊപ്പം തന്നെ പങ്കിടുന്ന നിമിഷങ്ങളാണ് കാണുവാനായി സാധിക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ചില തിരക്കിട്ട നീക്കങ്ങൾ കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഈ ആഴ്ചയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അടക്കം ഉയർന്നു കേൾക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ അത് പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ ഇത്രയധികം നീണ്ടുപോയില്ലേ എന്നൊരു ചോദ്യത്തിന് ഒട്ടും തന്നെ പ്രസക്തിയില്ല. കാരണം that is not yet been finalized. That is what I am saying, that there are a lot of formalities. We have to decide many things. Let us reach there and meet the MLS and we will obviously formulate. We have authorized CP and Rahul ji. Whatever decision they have given, we have just only, I have said that. राज्यपाल से मिलने से सपोर्ट बताया जा रहा था कि केसी वेणुगोपाल के पास सबसे ज़्यादा MLAs का सपोर्ट था, 45 MLA केसी वेणुगोपाल के साथ थे. Decision has been made. Whatever decision High Command has taken, we all stand with that. നിലവിൽ മറ്റുള്ള MLA-മാരെ കൂടി കണ്ടതിന് ശേഷം മറ്റ് തീരുമാനങ്ങളിലേക്ക് കടക്കും, സത്യപ്രതിജ്ഞ അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ദീപദാസ് മുൻഷി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉണ്ടായിട്ടുകൊണ്ടും ഹൈക്കമാൻഡിന്റെ തീരുമാനം അത് അന്തിമമായിരിക്കുമെന്നുള്ള കാര്യം അടിവരയിട്ട് പറയുന്നു ദീപദാസ് മുൻഷി. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും എടുത്ത തീരുമാനം അത് അന്തിമമാണ്, അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ ഒന്നും തന്നെ ഒരു because Keralam, our Congress organization is very strong and all the MLAs are very strongly, they have fought, and not only Keralam but not only Congress party in the Keralam but yes, UDF together as a team, and I think everybody will stand with this. But also there was this feeling that Mr. K.C. Venugopal has a large number of MLAs with him. What clinched it in favor of Satishan? That I cannot say. There are a lot of discussion amongst the leaders. That is what I said in my statement.
There are discussion with all leaders also. They have discussed with many other people. So I think the decision, it has come from the High Command and we are all standing with मैम that. शपथ ग्रहण कब तक होगा? I have no clue. I am now going to Kerala only. From here only I am going there. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.